നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 68:20. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട വചനം 68 സങ്കീർത്തനത്തിൽ 20 തിരുലിഖിതമാണ്. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന സമയത്ത് മാത്രമല്ല മരിക്കണത്. ആ വ്യക്തി പാപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മരിച്ചതിന് തുല്യമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് തരുന്നത്. നമ്മുടെ ദൈവം ജീവന്റെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ വ്യക്തിയെ മരണത്തിൽ ദൈവം അങ്ങോട്ട് രക്ഷിച്ച്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ ഈ സാക്ഷ്യം വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് തോമസ് മംഗലത്തിൽ, സ്ഥലം ഇരുട്ടി, കണ്ണൂർ. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ചാച്ചന് വേണ്ടിയാണ്. ചാച്ചന് 68 വയസ്സുണ്ട്. ഏകദേശം 18ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പച്ചൻ മദ്യപാനം തുടങ്ങിയതാണ്. ഇപ്പോഴത് ദിവസവും തുടർന്നുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ശാലോൺ ടിവിയിൽ 8:30 പട്ടാലച്ചൻ്റെ അഭിഷേക് പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ട്. 2012 ഏപ്രിൽ 9 മുതൽ 13 വരെ എടൂരിൽ വെച്ച് നടന്ന അഭിഷേക് കൺവെൻഷനിൽ കുടുംബസമേതം ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷം 2012 ഒക്ടോബർ 14 മുതൽ 19 വരെ അട്ടപ്പാടിയിൽ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എൻ്റെ ചാച്ചൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും മദ്യപാനം മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് കണ്ണുനീരിൽ കുതിർന്ന ഒരു കത്തെഴുതി അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ചാച്ചൻ മദ്യപിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആകെ സ്വസ്ഥതക്കേടാണ്. പ്രാർത്ഥിക്കുകയില്ല, പള്ളിയിൽ പോകില്ല, മക്കൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ചിന്ത പോലുമില്ലായിരുന്നു. മദ്യപാനത്തിന് വേണ്ടി വരുമാനം മുഴുവൻ ചെലവാക്കുമായിരുന്നു. മക്കളെല്ലാം ജോലിക്കാരാണെന്നുള്ള അഹംഭാവമായിരുന്നു. ഇതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ആ കത്തിൽ എഴുതിയിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ധ്യാനത്തിന് ശേഷം നവംബർ 1 ചാച്ചൻ ഇവിടെയുള്ള പള്ളിയിൽ ഞങ്ങളുടെ കൂടെ വന്ന് എന്നിട്ട് അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിച്ച്. പിന്നീട് ചാച്ചൻ കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചു. പിന്നെ ഇന്നേ വരെ എൻ്റെ അപ്പച്ചൻ മദ്യപിച്ചിട്ടില്ല. എത്രയോ വർഷത്തിന് ശേഷം ക്രിസ്മസിൻ്റെ പള്ളിയിൽ പോയി ഇനിയിപ്പോൾ കുടുംബ പ്രാർത്ഥനയെ സജീവമായി പങ്കെടുക്കുകയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ മദ്യപാന സംബന്ധമായ ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്ന് ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിനുള്ള മോചനം ദൈവമായ കർത്താവാണ് തരുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മകൻ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലിരിക്കുന്ന അപ്പൻ്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി പ്രകടമായി ജീവൻ പ്രാപിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ടെലിവിഷൻ മുമ്പിലിരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ദൂരദേശത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവഭക്തന്റെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വ്യാപരിക്കും. വചനം ജീവൻ നൽകും. നമ്മുടെ ദൈവം ജീവന്റെ ദൈവമാണ്, രക്ഷയുടെ ദൈവമാണ്, മരണത്തിന് വിടുതൽ നൽകുന്ന ദൈവമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ.
ഈ സമയത്ത് ഈ ഒരു ജീവന്റെ അഭിഷേകം, വചനം ജീവൻ നൽകുന്ന അഭിഷേകമാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുക്കാം. ഇപ്പോൾ സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഈ സെഹിയർ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളെ തുറന്ന് പിടിച്ച് ഹൃദയ തുറവയോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വചനത്തിന്റെ വലിയൊരു അഭിഷേകം, ജീവന്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് ഉള്ളു തുറന്ന് എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ സ്തുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദാസിദാസന്മാരുടെ മേലും ജീവന്റെ ചൈതന്യമായി അവിടുന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയുടെ കൂട്ടായ്മയിൽ, തിരുസഭ വഴിയുള്ള മെത്രാന്മാരുടെയും പിതാക്കന്മാരുടെയും കൂട്ടായ്മയിൽ, എല്ലാ വൈദ്യരുടെയും കൂട്ടായ്മയിൽ, സെഹിയോൻ ആത്മീയ നേതൃത്വ സേവകർ വണ്ടാരച്ചന്റെ കൂട്ടായ്മയിൽ ഞങ്ങളിപ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ, ജീവന്റെ ചൈതന്യമായ ആത്മാവേ ഞങ്ങളിലേക്ക് വ്യാപരിക്കണം. വചനം കേൾക്കൊണ്ടാകുന്ന ഹൃദയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദാസന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗപീഠകളും മദ്യപാന തകർച്ചകൾ, ദുരിതങ്ങൾ, ദുർപീഠകൾ, അന്ധകാര പീഠകളെ വിട്ടൊഴിയുന്ന ജീവന്റെ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. മരണത്തിന് പിടിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സാധിക്കുമെങ്കിൽ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവൻ നൽകുന്ന പുത്രനെ ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉപദേശങ്ങളെ ഉപേക്ഷിക്കൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 27-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലീഹായുടെ റോമാ യാത്ര എന്നാണ് അതിൻ്റെ തലക്കെട്ട്. പൗലോസ്ലീഹായെ ഇറ്റലിയിലേക്ക് ഒരു കപ്പലിന് കൊണ്ടുപോവുകയാണ്. ചില തടവുകാരൻ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവര് പല കപ്പലുകളെല്ലാം മാറി കയറി യാത്ര വളരെ ക്ലേശകരമായ യാത്രയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ 9-ാമത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സമയം വളരെയേറെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ യാത്ര ചെയ്യുക വളരെ അപകടപൂർണമായിരുന്ന സാഹചര്യത്തിലായിരുന്നു. അതിനാൽ പൗലോസ് അവരോട് ഇങ്ങനെ ഉപദേശിച്ചു: മാന്യരെ, നമ്മുടെ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെയും നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. പൗലോസ്ലീഹാ സഹയാത്രികരോടും കപ്പലിന്റെ ഉടമയോടും അത് നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തമുള്ളവരോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇതാണ് ഉപദേശം. ഈ കപ്പൽ യാത്ര വലിയൊരു അപകടത്തിലേക്കാണ് എത്തിപ്പോരാൻ പോണത്. ഇത് നമ്മുടെ ജീവന് തന്നെയും നമ്മുടെ ചരക്കിന് നമ്മുടെ കൈകളിലുള്ള എല്ലാ സംഗതികൾക്കും ഒരു അപകടമായി തീരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. 11-ാം തിരുലിഖിതം: എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കുകളെ അല്ല, കപ്പിത്താനെയും കപ്പലുടമയുമാണ് അനുസരിച്ചത്. ഈ ശതാധിപനാകട്ടെ പൗലോസിന്റെ വാക്കുകൾക്ക്, പൗലോസിന്റെ ഉപദേശങ്ങൾക്ക് ഒരു പുല്ല് വില കൊടുത്തില്ല. അവൻ പൗലോസ് പറഞ്ഞ കാര്യം ചെവിക്കൊണ്ടില്ല. എന്നിട്ടോ അവർ കപ്പൽ യാത്ര തുറന്നു. 27-ാമത്തെ അധ്യായം 14-ാമത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്: പുഴന്നനെ വടക്ക് കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു, കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. അങ്ങനെ കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കപ്പൽ പായകളെല്ലാം താഴ്ത്തി. എന്നിട്ടോ അതിനുണ്ടായിരുന്ന ചരക്കുകൾ ഓരോന്ന് കടലിലേക്ക് എടുത്ത് എറിയാൻ തുടങ്ങി. പൗലോസ്ലീഹാ കുറച്ചു നേരം മുമ്പ് പറഞ്ഞിരുന്നു, ഇത് നമ്മുടെ ജീവന് തന്നെയും നമ്മുടെ കൈവശമുള്ള എല്ലാ ചരക്കുകൾക്കും എല്ലാത്തിനും നാശമായി തീരുമെന്ന് പറഞ്ഞ് ആ ഉപദേശത്തെ ചെവിക്കൊണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ചരക്കുകളെല്ലാം കടലിലേക്ക് എടുത്തെറിയേണ്ട ഒരു അവസ്ഥ വന്ന് വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ചില പ്രത്യേക പ്രതിസന്ധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ പൗലോസ്ലീഹാ വീണ്ടും ഒരു ഉപദേശം കൊടുക്കുകയാണ്. 21-ാമത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു, ക്രേത്തായിൽ നിന്ന് യാത്ര തിരികെ ചെയ്യരുതായിരുന്നു.
ഈ നാശങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ ഇനി ധൈര്യമായിരിക്കുക എന്ന് ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ രണ്ടാമതൊരു ഉപദേശം കൊടുക്കുകയാണ്. ഇത് തകർന്നു പോകും, നമുക്ക് ആർക്കും ജീവകാലം നഷ്ടപ്പെടുകയല്ല. കാരണം ദൈവത്തിന്റെ ദൂതൻ ചില സദ്വാർത്തകൾ എന്നെ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഉപദേശം കൊടുത്ത് ധൈര്യപ്പെടുത്തി. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രകാരത്തിൽ അവർ ക്ലേശകരമായി യാത്ര ചെയ്ത് ഒരു തീരത്തോട് അടിയുന്ന സമയത്ത് എന്തായാലും കപ്പൽ തകർന്നെങ്കിലും ജീവന് ഒരു അപകടം ഉണ്ടാകാതെ എല്ലാവരും നീന്തി ഒരു പ്രകാരത്തിൽ കരയിൽ പറ്റുന്ന ഒരു രംഗത്തെക്കുറിച്ച് അപ്പോസ്തലർ 27-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേക കുടുംബങ്ങൾ, അനേക വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ദൈവകഥ പ്രകാരം ഉപദേശം തരുന്ന വ്യക്തികളുടെ ഉപദേശങ്ങളെ അവഗണിച്ച് ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പൗലോസ്ലീഹ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. എന്നാണ് പറഞ്ഞിരുന്നത്? 27-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ കപ്പൽ യാത്ര കപ്പലിനും ചരക്കിന് മാത്രമല്ല നമ്മുടെ ജീവന് തന്നെ അപകടമാണ് എന്ന് പറഞ്ഞാൽ നിനക്കുള്ളവയ്ക്കും നിനക്കുള്ളവർക്കും നിനക്ക് തന്നെയും അപകടം വരുത്തുന്ന വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് ഉപദേശിച്ചതാണ്. എന്നാൽ ആ ശതാധിപനാകട്ടെ സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ച് നടന്ന്, സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം പ്ലാനിങ്ങിലും ആശ്രയിച്ച് മറ്റുള്ളവരുടെ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് നടന്ന്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് അനേക കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിന് കാരണം ഇതാണ്. ബിസിനസ്സിൽ പരാജയമാണ്, ജോലിയിൽ പരാജയമാണ്, സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. എന്ത് ചെന്നാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. സ്ഥാപനങ്ങൾ ഓരോന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്, സ്ഥലങ്ങൾ ഓരോന്ന് വിറ്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വീട് തന്നെ ഒഴിവാക്കേണ്ട സ്ഥിതിയിലായി, ജീവന് തന്നെ അപകടമായി, ജീവിക്കാൻ പോലും പറ്റാത്ത വിധം ആത്മഹത്യയുടെ മുൻപിലെത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം എഴുതപ്പെട്ട ദൈവവചനപ്രകാരമുള്ള അനേക ഉപദേശങ്ങൾ വൈദികരിലൂടെയും സമർപ്പിതരിലൂടെയും മാതാപിതാക്കന്മാരുടെയും മുതിർന്നവരുടെയും വന്നപ്പോൾ അത് ചെവിക്കൊള്ളാതെ പോയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെടുമെന്ന് ഈ പൗലോസ്ലീഹയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനത്തിൽ രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 2 ദിനവൃത്താന്തം 20:20 നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവൻ, അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവൻ, നിങ്ങൾ വിജയം വരിക്കും. കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, കർത്താവിന്റെ ഉപദേശങ്ങൾ തരുന്ന പ്രവാചകന്മാരെ വിശ്വസിക്കുവൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. കാരണം കർത്താവിന്റെ ദൂതന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഉപദേശത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് എഴുതപ്പെട്ട വചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് യേശയ്യാ പ്രവചനത്തിലാണ്. യേശയ്യാ പ്രവചനത്തിൽ 44-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുലിഖിതം, അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസനായ പൗലോസ്ലീഹായുടെ ആ ഉപദേശത്തെ കർത്താവ് അങ്ങനെ തന്നെ നിവർത്തിച്ച് ആ ശതാപൻ നോക്ക്, ആദ്യ ഉപദേശം കൈക്കൊണ്ടില്ല, അപ്പൊ അതിന് പ്രത്യാഘാതം ഉണ്ടായി. എന്നാൽ രണ്ടാമത് ഉപദേശം കൈക്കൊണ്ട് സ്വീകരിച്ചു. പിന്നെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ചു. അപ്പൊ എന്തായി? അവരുടെ ജീവനിൽ ഒരു അപകടം ഉണ്ടാകാൻ ദൈവം സംരക്ഷിച്ചു. ആദ്യത്തെ ഉപദേശം കേട്ടായിരുന്നെങ്കിലോ അവരുടെ ചരക്കിനും അവരുടെ കപ്പലിനും ഒരു നാശവും സംഭവിക്കേണ്ടായിരുന്നില്ല. കാരണം എഴുതപ്പെട്ട തിരുവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തില് 10-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിച്ചവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകഥ പ്രകാരം നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്കൊരു ഉപദേശം തരുമ്പോ അത് നിരസിക്കരുത്. ആ ഉപദേശം കേൾക്കുമ്പോൾ അത് ദൈവത്തിന്റെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവേള മതാധ്യാപകൻ നമുക്കൊരു ഉപദേശം നൽകി, അല്ലെങ്കിൽ ഇടവികാരിച്ചനും ഉപദേശിച്ചു, സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകർ ഉപദേശിച്ചു, അധികാരികൾ വിളിച്ചു ചില ഉപദേശങ്ങൾ തന്നപ്പോ അത് നിരസിക്കരുത്. കാരണം ആ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ആ സ്വരം കേൾക്കുന്നവൻ, ആ ഉപദേശം കേൾക്കുന്നവൻ, അത് സ്വീകരിക്കുന്നവൻ കർത്താവിന്റെ ഉപദേശമാണ് സ്വീകരിക്കുന്നതെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എനിക്കെല്ലാം അറിയാമെന്ന് വെച്ച് നടക്കരുത്. ചില ആൾക്കാർ എനിക്കറിയാം, എല്ലാം എനിക്കറിയാം, ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയെന്ന് എനിക്കറിയാം, ഈ കപ്പൽ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാം, ഈ ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം, ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് അറിയാം. അങ്ങനെ ധരിച്ചു വശാകരം നടക്കരുത്.
കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ കപ്പിത്താന്റെ കപ്പലുടെ മേൽ ശതാധിപന്റെ വഴി എന്തായിരുന്നു? നേരെ മരണത്തിലേക്ക് കൂപ്പൂത്തുന്ന വഴിയായിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോ മാതാപിതാക്കന്മാർ എന്തൊരു ഉപദേശം തരുമ്പോ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അങ്ങനെ പറയരുത്. കാരണം എഴുതപ്പെട്ട തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചില താക്കീതുകൾ നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അത് നമ്മൾ വായിക്കേണ്ടത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 18-ാം തിരുലിഖിതത്തിലാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യ അപമാനവും നേരിടുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എന്താ ശതാധിപന്റെ സ്ഥിതി? ആ കപ്പലുടെ സ്ഥിതി എന്താ? ഒന്നുമില്ല, ദാരിദ്ര്യം, മിച്ചോ അപമാനവും. ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പത്ത് കിട്ടുന്ന ചില ഉപദേശങ്ങളും ചില തിരുത്തലുകളും ചില താക്കീതുകളും ഒക്കെ ആദ്യം കുറച്ച് കയ്പായിട്ട് തോന്നുമെങ്കിലും പിന്നെ അതിന് നന്മകൾ വരും സഹോദരങ്ങളെ. അതിനെക്കുറിച്ച് വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനങ്ങളുടെ ചില കാര്യങ്ങൾ വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിലാണ്. വചനം പഠിപ്പിക്കുകയാണ്: ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. ആരെങ്കിലും നമ്മളോട് നല്ല കാര്യം പറഞ്ഞ് മോനെ ഇങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നിന്ദിച്ച് മുഖത്ത് നോക്കി നിന്ദിച്ച്, ഈ നിന്ദിക്കുന്ന ആരെയാണ്? പിതാവായ ദൈവത്തെയാണ് നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്ന വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമഷ്ടി മുടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിപതിക്കും. ഒരുപാട് പേര് ഗുണദോഷിച്ച് കൂട്ടാക്കിയില്ല, ഇനി തകർച്ചയിൽ പെട്ടെന്ന് നിപതിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിലും കഴിവിലും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകരുത്. ധാരാളം ഉപദേഷ്ടാക്കൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ചിന്തിച്ചു നോക്ക്, ചെറുപ്പകാലങ്ങളിൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഓരോരുത്തരെ പറഞ്ഞു തന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്, എത്ര ഉപദേശങ്ങൾ വളർത്തിയത്. എന്നിട്ട് കുറച്ച് പഠനം കൂടി കുറച്ചായി, കുറച്ച് വിദ്യാഭ്യാസമായി, കുറച്ച് സാമ്പത്തികമായി, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതായപ്പോ എനിക്കിനി ഒരു ഉപദേശം വേണ്ട. അങ്ങനെ പോകരുത് മകനെ മകളെ. എന്തുകൊണ്ടാണ് ഉപദേശങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാൻ കാരണം, അതിന് കാരണമുണ്ട് സഹോദരങ്ങളെ. അത് നമ്മൾ വായിക്കുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവർ നിന്നെ പഠിപ്പിക്കും, വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. അവർക്ക് പറയാം ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ പ്രായം നമുക്ക് തരുന്നൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് പ്രായത്തിൽ മുതിർന്നവര് പല ഉപദേശങ്ങൾ തരുമ്പോ അത് നിരസിക്കരുത്. നമുക്ക് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവർ ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കണം, പിതാക്കന്മാരോട് ചോദിക്കണം, അവരുടെ ഉപദേശം കേൾക്കണം. കാരണം ഇന്നലെ പിറന്ന് നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധാരാളം ഉപദേഷ്ടാക്കളുണ്ടെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ബൈബിൾ കാണുന്നത്. അത് നമ്മൾ വായിക്കേണ്ടത് സുഭാഷിത പുസ്തകം തന്നെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുലിഖിതം, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ആ പൗലോസ്ലിഹായെ പോലെ 4-5 ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങൾ, ആ കപ്പലിനുടമയ്ക്കും കപ്പലിലുള്ള ജീവന് സുരക്ഷിതത്വമുണ്ട്. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുഭാഷിത പുസ്തകത്തിൽ തന്നെ അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മളെ സഹായിക്കുന്നു. പ്രായം കൊണ്ട് കിട്ടുന്ന ജ്ഞാനത്തിൽ നിറഞ്ഞൊരു ഉപദേശം എന്ന് പറയണത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ബൈബിൾ പറയാണ്. മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നമ്മളെ സഹായിക്കുന്നു.
അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോ കാര്യത്തിന് തീരുമാനം എടുക്കണം. ഈ ഉപദേശങ്ങൾക്ക് വേണ്ടി കാതുറക്കണം. കാരണം ചില ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ മനസ്സിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കപ്പലോടും ചോട്ടിയുടെ ഓരോ നാൾ കഴിയുമ്പോൾ ഓരോ ചാക്കെടുത്ത് കടലിലേക്ക് ഇറങ്ങുന്ന പോലെ ഉള്ളത് മുഴുവൻ ഒരു ഉപകാരം കടലിൽ തന്റെ അവസ്ഥയിലേക്ക് വരും. ഉപദേശങ്ങൾ ധാരാളം ഒരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ചിലപ്പോഴൊക്കെ ചില പറഞ്ഞിട്ടുണ്ട്, ഈ ഉപദേശം കേട്ട് മടുത്ത് ഇവരൊക്കെ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ സഹോദരങ്ങളെ, അവര് മരിച്ചു കഴിയുമ്പോൾ നീ ഓർക്കേണ്ടി വരും, അവരുണ്ടായിരുന്ന കാലത്ത് എത്ര നന്നായിരുന്നു എന്ന്. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. കാരണം ബൈബിളിൽ സക്കറിയാ പ്രവാചകൻ, സക്കറിയാ പുരോഹിതൻ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ വിശുദ്ധിയിലും കൃപയിലും ജീവിച്ചെന്ന് രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സക്കറിയാ മരിച്ചു കഴിഞ്ഞ് ഉപദേശം കൊടുക്കാൻ ആരുമില്ല, അതോടെ രാജാവ് തകർന്ന് തരിപ്പണമായി. കർത്താൻ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകൾക്കും ഹൃദയത്തിനും തുറവി തരണമേ. മുതിർന്നവരുടെ ഉപദേശങ്ങളെ അത്ഭുതകരമായ അഭിഷേകമായി സ്വീകരിക്കാൻ കൃപ നൽകണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം ഹൃദയത്തിൽ എളിമയും കൃപയും നൽകണമേ. മുതിർന്നവരെ, പ്രായത്തിന് മുതിർന്നവരെ ബഹുമാനിച്ച് ഉപദേശം സ്വീകരിക്കാൻ തക്കവിധം കൃപ നൽകണം എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിച്ച് ഓരോ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവാത്മാവ് നൽകുന്ന ഉപദേശങ്ങളെല്ലാം വിവേചിച്ചറിഞ്ഞ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച്, ഓ ദൈവമേ, എല്ലാ മേഖലയും അഭിവൃദ്ധി പ്രാപിക്കാൻ ഓരോ ദാസന്മാരുടെ ഹൃദയങ്ങളെ, കാതുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഉപദേശങ്ങൾ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ആത്മനാഥനായി എന്നിൽ വാഴുവാൻ യേശുവേ നീ വരേണമേ. ആത്മനാഥനായി എന്നിൽ വാഴുവാൻ യേശുവേ നീ വരേണമേ. ഏഴയാമെൻ്റെ ജീവനിൽ ദിവ്യ സ്നേഹമായി നീ വാഴണേ. ദിവ്യകാരുണ്യനായക എന്നിൽ നീ വന്നു വാഴുവാൻ. സ്നേഹരൂപനാമേശുവേ, സ്നേഹധാരയിൽ ചേരുവാൻ. ജീവിതം തിരുയാഗവേദിയിൽ സാദരം ഞങ്ങളേകിടാം. നീ വരും നേരം സ്നേഹമേ തിരുനാമ കീർത്തനം പാടിടാം. സങ്കീർത്തനം 123:2. ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന് ഓരോ അവസ്ഥകളുണ്ട്. രോഗം, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ആത്മനൊമ്പരങ്ങൾ. ഓ കർത്താവേ, പലവിധ മേഖലകളിൽ ഞങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നവർ, ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നവർ, ഓ ദൈവമേ, ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ തോന്നി കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ദൈവമേ, നെഹമ്യായെയും ദാനിയേലിനെയും അങ്ങ് അനുഗ്രഹിച്ചതുപോലെ, ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ, അവർ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന് മാറ്റം വന്നതുപോലെ, ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിശുദ്ധ അഗസ്തീനോസിന് വേണ്ടി മോനിക്കാമ്മ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്തീനോസിന്റെ മനസ്സ് മാറ്റപ്പെട്ടതുപോലെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കാര്യങ്ങളും കർത്താവിന്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഏതൊക്കെ മേഖലകളിലാണോ ദൈവം കരുണ കാണിക്കേണ്ടത് ആ മേഖലകളെല്ലാം മനസ്സിലോർത്ത് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി ഈ ദൈവജനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. കടബാധ്യത, രോഗം, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുർദർശനങ്ങൾ, മക്കളെ കുറിച്ചുള്ള കണ്ണുനീര്, മാതാപിതാക്കളെ കുറിച്ചുള്ള വേദന, ജീവിത മക്കളെ കുറിച്ച് ദുഃഖം, ഈ മേഖലകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. ഓ ദൈവമേ, കണ്ണുനീരിനെ ആനന്ദ ഘോഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ശാസിക്കുന്നു, പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു, ദുർദർശനങ്ങളെ അഴിച്ച് വിട്ടുവെച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇന്റർവ്യൂ, ജോലി, നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഇടപെടണമേ. ഇവർ അഭിമുഖിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളുടെ മേൽ കരുണയുടെ കരം പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. തിരുയാഗവേദിയിൽ സാദരം ഞങ്ങളേകിടാം. നീ വരും നേരം സ്നേഹമേ, തിരുനാമ കീർത്തനം പാടിടാം.